ഈ സദസ്സൊക്കെ കാണുമ്പോൾ അവർ എത്രമാത്രം ഖബറിൽ വെച്ചുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാകുമെന്ന് ചെറിയ ബുദ്ധിയുള്ള ആളുകൾക്ക് ഈ വലിയ കാര്യത്തെ നിഷ്പ്രയാസം സ്പഷ്ടമാക്കാൻ കഴിയുന്നതാണ്. ഇതൊക്കെ ശൈഖുന ഫരീദ് ഉസ്താദിന്റെ അധ്വാനത്തിന്റെ അലയൊലിയ. എല്ലാരും മരിച്ചാൽ എങ്ങനെ ഉണ്ടാവില്ല. ജീവിതകാലത്ത് 46 വർഷം നിരന്തരമായി നിതാന്തമായി ആത്മാർത്ഥമായി ദർസ് നടത്തുക എന്നത് കേരളത്തിലെ അങ്കുലി പരിമിതമായ പടുകൂറ്റൻ പണ്ഡിതന്മാരിൽ മാത്രം ഒതുങ്ങിയ നിഅമത്താണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ അവര് 46 വർഷം ദർസ് നടത്തിയിട്ടുണ്ട്. വഫാത്താകുന്ന സമയത്ത് 68 വയസ്സാണ് അല്ലേ? അങ്ങനല്ലേ? അപ്പൊ ദർസ് നടത്തിയത് തദ്രീസ് 46 വർഷം. അതിനു മുമ്പ് തന്നെ ഇൽമുമായിട്ട് ഇസ്തിഗാലുണ്ട്. തൊട്ടിൽ പ്രായം കഴിഞ്ഞ് പിച്ച വെച്ച് വളരുന്ന കൊച്ചുമോനാകുന്ന സമയത്ത് അള്ളാന്റെ നൂറ് സ്വാംശീകരിക്കാൻ ഈ സ്വർഗീയ രാജപാതയിലേക്ക് അള്ളാഹു മാടി വിളിച്ച വലിയ മഹാനായിരുന്നു ശൈഖുന ഫരീദ് ഉസ്താദ്. ഈ ഇരിക്കുന്നവരിൽ മുന്നിലിരിക്കേണ്ട ഒരുപാട് ആളുകൾ താഴെയുണ്ട്. പക്ഷെ അവർ താഴെയാണ് ഇരിക്കുന്നത് എന്ന് പോലും അവരറിയുന്നില്ല. ഞാൻ പരിചയമുള്ളവരും ഇല്ലാത്തവരും എനിക്ക് തന്നെ നാണം. പക്ഷെ അവരൊന്നും അതിന്റെ ആളുകളല്ല. അതൊക്കെ വലിയ തെർബിയത്തിന്റെ നല്ല വെള്ളവും വളവും കിട്ടിയ ലക്ഷണമാണ്. നമ്മളൊക്കെ ഇപ്പൊ സ്റ്റേജിൽ ഇരുത്തി എനിക്ക് സന്തോഷം. ഇന്നൊന്ന് ബാക്ക് കൊണ്ടേ ഇരുത്തിട്ട് നിങ്ങളൊന്ന് ഫോട്ടോ എടുത്തോക്കാണെങ്കിൽ മുഖം മാറിയിട്ടുണ്ടാവും. ഇതങ്ങനെയല്ല. ഇവിടെ ഇരുത്തിയാലും അവിടെ ഇരുത്തിയാലും ഒരേ മുഖം. കേട്ടോ, ബാക്കിൽ ഇരിക്കുന്നുണ്ടല്ലേ? ഇന്നൊക്കെ അവിടെ കൊണ്ടിരുത്തിട്ട് നിങ്ങൾ ക്യാമറ എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മുഖമൊക്കെ ആകെ കർക്കിടക മാസം മാറിയിട്ടുണ്ട്. ഇത് ഒരു വലിയ വെള്ളവും വളവും കിട്ടിയ ലക്ഷണമാണ്. ആ പരിശുദ്ധ ലക്ഷണം എന്നെയുള്ള മുത്തഅല്ലിമീങ്ങൾക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഫരീദ് ഉസ്താദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇൽമിന്റെ വിആഇനെ ശുദ്ധീകരിച്ചു എന്നതാണ്. മഹാന്മാരായ സൂഫിയാക്കൾ എഴുതി വെച്ചിട്ടുണ്ട്, ആരെങ്കിലും ഇൽമിനെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ അവനെ ഇൽമും ബഹുമാനിക്കൂലെന്ന്. എനിക്കത് കണ്ടപ്പോ തീരെ ആദ്യം മനസ്സിലായില്ല. എന്താണ് പറഞ്ഞത്? ഇൽമ എന്നുള്ളത് മഅഖൂലല്ല, മുതഹരിക്കല്ല, നാത്തിക്കല്ല. പക്ഷെ ഇൽമിനെ ബഹുമാനിച്ചില്ലെങ്കിൽ ഇൽമ അവനെയും ബഹുമാനിക്കൂലെന്നാണ്. പിന്നെ നമ്മളൊരു ഇബാറത്ത് കിട്ടി അതിന്റെ യഥാർത്ഥ മുറാദ് കിട്ടുന്നവരെ വിഷമല്ലാതെ അന്വേഷണ തൃഷ്ണ തുറന്നു നിൽക്കുന്ന ആളാണ്. അപ്പൊ ഒരുപാട് വായിച്ച് കയറിപ്പോയപ്പോ മനസ്സിലായി, ഇൽമിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇൽമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമാനം തത്ഹീറു വിആഇഹി, ഇൽമിന്റെ പാത്രം വെടുപ്പാക്കുക എന്നുള്ളത്. അതാണ് ഇൽമിന്റെ പാത്രം. ഏതാണ്? ഖൽബ്. അത് വെടുപ്പാക്കുക എന്നുള്ള. കാരണം നജസുള്ള ശരീരത്തിൽ വസ്ത്രം അണിഞ്ഞാൽ അതും നജസാകും. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ വാക്കിലെ ധ്വനി. നജസുള്ള പാത്രത്തിൽ ഭക്ഷണം വിളമ്പിയാൽ അത് നജസായി. നജസുള്ള മേനിയിൽ കുപ്പായം ധരിച്ചാൽ അത് നജസായി. നജസുള്ള ഖൽബിലേക്ക് വിജ്ഞാനം കൊടുത്താൽ അതും നജസാകും. അവിടെയാണ് ചേകനൂരൊക്കെ ഒതുക്കുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇത് കൂടി കലർന്നു. അപ്പൊ തത്ഹീറു വിആഇ, പാത്രം വെടുപ്പാക്കിയ ആളായിരുന്നു ഫരീദ് ഉസ്താദ്. പാത്രം വെടുപ്പാക്കിയാൽ പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ്? ഇവിടെ ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വബഅദുൽ മുതകബ്ബിരീന വൽ ഫുസ്സാഖ് യതഅല്ലമുൽ ഇൽമ വയഹ്ഫദുൽ ഖുർആൻ. ചില അഹങ്കാരികളും തമ്മാടികളും ഇൽമ പഠിച്ചേക്കാം, ഖുർആൻ മനപ്പാടാക്കുകയും ചെയ്യും. വലാകിന്നഹും മുനിഉ ഇഫാദതഹ മിനൽ ഫഹ്മി വൽ അമൽ ബിഹി വദാലിക ഹുവൽ മത്ലൂബു ബിൽ ഇൽമി. ഇബ്നുൽ ഹാജർ റഹിമഹുള്ളാഹുടെ വാക്കാണ്. ചിലപ്പം തമ്മാടികളും കിതാബ് ഓതും, തമ്മാടികളും ഖുർആൻ ഹാഫിളാവും. വലാകിന്നഹും, പക്ഷേ അവർക്ക് മുനിഉ, തടയപ്പെടും. അവർ തടയപ്പെടും. ഇഫാദത, ആ ഇൽമിനൊരു ഫായിദ ഉണ്ട്, ആ ഫായിദ ഉണ്ടാവൂല. അതേതാണ്? മിനൽ ഫഹ്മി. ഒരു ഇബാറത്ത് കണ്ട് കിട്ടിയാൽ അതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം മനസ്സിലാക്കാനും അവർക്ക് കഴിയില്ല. വല അമലി ബിഹി, അതുകൊണ്ട് അമൽ ചെയ്യാനും കഴിയില്ല. കുറെ ഇബാറത്തും പേര് അങ്ങനെ നടക്കും. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, വദാലിക, അതാണല്ലോ ഹുവൽ മത്ലൂബു ബിൽ ഇൽമി. ഇൽമ എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കുക എന്നുള്ളതാണ് ഇൽമ നൂറാവുക. അല്ലാതെ കുറെ തിയറികൾ പഠിച്ചേക്കുക എന്നുള്ളതല്ല.
അതിൽ ഭാഗ്യം കിട്ടിയ മുവഫഖായ ഹല്ലുള്ള മഹാനായ എടുത്ത് പറയപ്പെടേണ്ട പടുകൂറ്റൻ പണ്ഡിതനാണ് റഈസുൽ മുദർരിസീൻ ശൈഖുന ഫരീദ് ഉസ്താദ്. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ബർസഖി വിശ്രമം അല്ലാഹു പെരുന്നാളിനേക്കാൾ സന്തോഷാക്കി കൊടുക്കട്ടെ, അനുഗ്രഹത്തിന്റെ ആരാമമാക്കി കൊടുക്കട്ടെ, സൗഗന്ധിക കേന്ദ്രമാക്കി കൊടുക്കട്ടെ, പ്രകാശിപ്പിക്കട്ടെ, പ്രവിശാലമാക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഇൽമിനേക്കാൾ വലിയ കാര്യമല്ലോ ഇൽമ. അതിന്റെ അക്ഷരം തന്നെ അതിനുവേണ്ട തുടങ്ങുന്നത് ഉലുവാണത്. ഇതന്നെ വലിയ കറാമത്ത്. ഇതിന്റെ മേലെ ഇനി കറാമത്തൊന്നുമില്ല. ഷെയ്ഖ് ജീലാനിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. പുറത്തുനിന്ന് കുറെ കറാമത്ത്, ഖവാരിക്ക് എന്ന അർത്ഥമുള്ള കറാമത്ത് കേട്ടിട്ടാ വന്നത് ബൈഅത്ത് ചെയ്യാൻ. 10 ദിവസം നിന്നിട്ടും ആ കറാമത്തൊന്നും അവിടുന്ന് കാണുന്നില്ല, ഒരു കറാമത്തും കാണുന്നില്ല. അപ്പൊ ഇയാളിങ്ങനെ തല ഉറിഞ്ഞിട്ട് വെച്ചു, ഗുരുവാ ഉസ്താദ്, ഞാൻ പുറത്ത് നിങ്ങളെ കുറെ അത്ഭുത സിദ്ധികൾ കേട്ടിട്ട് കൂടാൻ വന്നതാണ്. അവിടെ വന്ന് നോക്കുമ്പോ ഒന്നും കാണാനില്ല. അപ്പൊ ഷെയ്ഖ് ജീലാനി തിരിച്ചൊരു കാര്യം ചോദിച്ചു. അതാണ് എന്റെ മുമ്പിലുള്ള ഞാനടക്കമുള്ള മുഴുവൻ ആളുകളോടും കൽബ് തൊട്ട് ഹൃദയം ഉണർത്തി എനിക്ക് പറയാനുള്ളത്. ഷെയ്ഖ് ജീലാനി പറഞ്ഞു, നീ ഇവിടെ വന്നിട്ട് ഇത്ര ദിവസമായിട്ട് അള്ള പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന കണ്ടണോ? ഇല്ല. അള്ള പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ ഒഴിവാക്കണ കണ്ടുകണോ? അതുമില്ല. ഈ കണ്ടത് എന്നെ എന്താണ് ഇൽമിൽ ശുഗലാകുന്നത്? അതെന്നെ വലിയ കറാമത്ത്. അതിന്റെ മേലെ കറാമത്തില്ല. മറ്റേതൊക്കെ പരുന്തിനെയും മേൽക്കൂടി പറക്കാൻ, വെള്ളത്തിന് മുകളിൽ കൂടി നടക്കാൻ തവളക്കും കഴിയും, മരത്തിന്റെ കൊമ്പിലിരിക്കാൻ കിളിക്ക് കഴിയും. ഇത് മാജിക്കിലൂടെ കഴിയും, ഇസ്തിദ്റാജിലൂടെ കഴിയും, കറാമത്തിലൂടെയും കഴിയും. ഫൽ കറാമത്തു ബിമഅന ഖവാരിഖിൽ ആദാതി ഫലാ ഇബ്റത ലഹാ ഇൻദൽ മുഹഖഖീൻ. ഷാറാനി ഇമാം യവാഖീത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഫരീദ് ഉസ്താദ് ഏറ്റവും വലിയ കറാമത്തിൽ വഫാത്താകുന്നവരെ പ്രോജ്വലിച്ച് മങ്ങാതെ നിന്നീ നാളാണ്. അതാണ് ഏറ്റവും വലിയ കറാമത്ത്. ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വആത്ത് വഔല മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. പറയേണ്ട ആള് പറഞ്ഞു, അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് നവാവി റളിയല്ലാഹു അൻഹു. മിൻഹാജിന്റെ ആരംഭത്തിൽ പറഞ്ഞല്ലേ, ഞാൻ അതിന്റെ മേലെ ആർക്കാ പറയാൻ കഴിയാ? അതുകൊണ്ടാണ് ബൈലാവി ഇമാമിന്റെ ശ്വാസം പോയി ഒരിക്കൽ. അവരുടെ നാട്ടിൽ ശ്വാസം പോയി, ആളുകൾ മരിച്ചു എന്ന് കരുതി. പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ശ്വാസം പോകാൻ മരിക്കുക. സത്യത്തിൽ മരിച്ചിട്ടില്ല. ആളെ കൊണ്ടുണ്ടെങ്കിൽ ബൈലാവി ഇമാമിനെ കബറടക്കിയപ്പോ അന്നത്തെ കാലത്ത് ദാരിദ്ര്യം കൂടുതലുള്ള കാലമാണ്. അപ്പൊ ചില ആളുകൾ കബറ് മാന്തിയിട്ട് കഫൻ തുണി വിറ്റ് ജീവിക്കുന്ന കള്ളന്മാരന്നുണ്ടായിരുന്നു. ഇന്നത്തെ കള്ളന്മാരല്ലല്ലോ, അന്നത്തെ കള്ളന്മാർ. അപ്പൊ കഫൻ തുണി വിറ്റ് ജീവിക്കുന്ന കള്ളന്മാരെ കാലത്താണ് അവര് വഫാത്താണ്. രാത്രിക്ക് രാത്രി മഹാനവറുകൾ കബറിനുള്ളിൽ നിന്ന് ഉണരുക. മുങ്കർനക്കറൊന്നും വരൂലല്ലോ, കാരണം മരിച്ചിട്ടില്ലല്ലോ. അവരങ്ങോട്ട് ദ്വാരുന്നു, പടച്ചോനെ ഈ കുടുക്കുന്ന ഇതിനെ രക്ഷപ്പെടുത്തിയാൽ ഭൂമിന്റെ മുകളിൽ വന്നിട്ട് അഫ്ളലായ ഒരു ഇബാദത്ത് ഞാൻ ചെയ്യുന്നു. ആ നേർച്ച കണം വീട്ടിയതിന്റെ പേരാണ് തഫ്സീർ ബൈലാവി തുഹ്ഫത്തുൽ അഹ്ബാബിൽ കാണാം. അപ്പൊ ഇൽമിന്റെ മേലെ വേറെ ഒന്നുമില്ല. ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വആത്ത് വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. ധാരാളം മുദരിസുമാർ വേദിക്ക് മേലെ, വേദിക്ക് താഴെ. ഇത് അവരുടെ വലിയ കറാമത്താണ്. അവരിത് കാണും. ഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വല്ലദീന ആമനൂ. ആ അല്ലദീന ആമനൂ മൗസൂല സിലയിൽ പെട്ട ആളാണ് ശൈഖുനാ ഫരീദ് ഉസ്താദ്. അവരിത് കാണും, അവര് ലൈവായിട്ട് ഇത് കാണും. അള്ളാഹു അവരെ സന്തോഷിപ്പിക്കട്ടെ. അവർക്ക് സന്തോഷം സന്നിവേശിപ്പിച്ചു എന്ന കാരണത്താൽ അവരുടെ മദദ് കൊണ്ട് നമുക്കും അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. ദഅവത്തിൽ താഖത്തും ഹിമ്മത്തും സക്കീനത്തും തുമാനീനത്തും അന്തസ്സുള്ള ആയുസ്സും അവസാനം പുഞ്ചിരി തൂകിയ പ്രസന്ന ഭാവത്തോടെ സ്വർഗം കണ്ട് പടച്ചവന്റെ അനന്ത വിഹായസിലേക്ക് പാറിപ്പറക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നബിയിൽ മുസ്തഫ. അതോടുകൂടി മഹാനവരുടെ നാവിന് വലിയ അസറായിരുന്നു. ആ ഇൽമിൽ ശുഗലായ പിന്നെ വലിയ അസറ, തൊള്ള തുറന്ന അസറായിരിക്കും. എന്റെ ഉസ്താദ് മമ്മിക്കുട്ടി അസറത്തെ ഇടക്കിടക്ക് കോളേജിൽ നിന്ന് പറയാറുണ്ട്, മുദരിസുമാര് കിതാബ് ഓതിക്കൊടുക്കുന്ന സമയത്ത് പാമ്പ് കടിച്ചിട്ട് വിഷം കയറി വന്നാലും ആ ഓതിക്കൊടുക്കുമ്പോ പറയുന്ന ഇബാറത്ത് വെള്ളത്തിൽ മന്ത്രിച്ചാണ്ട് കൊടുത്താൽ മതി, വിഷം ഇറങ്ങും, വേറൊന്നും ചൊല്ലണ്ട. എന്നിട്ട് അവരതിന്
പാങ്ങിൽ അബ്ദുള്ള ഉസ്താദിന് ഉദാഹരണം പറയാറുണ്ട്. അവർ വഫാത്തായി, അതിരാമ്പട്ടണത്താ കിടക്കുന്നത്, വലിയ മഹാനായിരുന്നു, അള്ളാഹു ദർജ കൊടുത്ത് കൊടുക്കട്ടെ. അവര് തഫ്സീർ ബൈലാവി ഇങ്ങനെ ഓതി കൊടുക്കുമ്പോ ആരെങ്കിലും കയറി വന്നാൽ ബൈലാവി തദ്രീസ് നടത്തുന്ന സമയത്ത് എന്താണോ പറഞ്ഞത് അതാണ് വെള്ളത്തിൽ ഊതും, അത് കുടിച്ചാൽ രക്ഷപ്പെടും. കാരണം എന്താ? ദിക്ർ, ഏറ്റവും വലിയ ദിക്ർ തദ്രീസാ. ദിക്ർ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ എന്താണ്? മാ യുസാബു ഖായിലുഹു, പറഞ്ഞോന് പറഞ്ഞതിന്റെ പേരിൽ കൂലി കിട്ടുന്ന ഒക്കെ ദിക്റാ. അതുകൊണ്ടല്ല ഖുത്ബ ദിക്റാ എന്ന് പറഞ്ഞത്, പ്രസംഗം ദിക്റാണ്, വലിയ ദിക്റാണ്. ദർസെടുത്ത 46 കൊല്ലം എന്നോടൊപ്പം കൂടുതൽ ഇന്ന് എത്ര പരിപാടി ഉണ്ട്? ഞാൻ പറയും ഇന്നിപ്പോ എനിക്ക് 3 പരിപാടി ഉണ്ട് എന്ന് പറയും. പക്ഷെ ഫരീദ് ഉസ്താദ് പറയും ഇന്ന് എനിക്ക് 17 പരിപാടി ഉണ്ട്. കാരണം 17 സബ് കടത്തുന്ന ഫരീദ് ഉസ്താദ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകനോട് ഞാൻ എടുത്തു വെച്ചു, നിങ്ങൾ ഒരു ദിവസം എത്ര സബ് കടത്തുന്നു? അപ്പൊ ബഷീർ ബാക്കവി ഉസ്താദിനോട് പറഞ്ഞു 15 ഒക്കെ നടത്തലുണ്ട്. അപ്പൊ എന്റെ കാലിന്റെ അടിക്ക് ഒരു തരിപ്പാണ്ട് കയറി, ഞാൻ ആകെ ഒരു ബുഖാരി നടത്തലുള്ളൂ, എന്നിട്ട് മുതരീസ് എന്ന് പറഞ്ഞു നടക്കുക. അവിടെ വലിയ പൈസക്ക് താഴെയിരിക്കണ്ടായി. ഈ തിരക്കുള്ള ആളുകൾക്കറിയാം വല്ലാതെ ദർശനമുള്ള അവസരം ഉണ്ടാവില്ല. അപ്പൊ ബർക്കത്തിന് വേണ്ടിയിട്ട് തെല്ല് കടിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പോഴാണ് ബഷീർ ബാക്കവി എന്റെ അടുത്ത് പറഞ്ഞത് 15 കിതാബ് ഞാൻ ഓതി കൊടുക്കേണ്ടതെന്ന്. ഞാൻ ആ വാതിലും പിടിച്ചിട്ട് ഒറ്റ നിപ്പാ, കാരണം തലാണ്ട ഇറങ്ങിയ പോലെ തോന്നി. അവരൊക്കെ കോഴിക്കോട്, നമ്മള് കോഴിക്കോടാണ്. അതാണ് ഈ മുദരിസും ആ മുദരിസും തമ്മിലുള്ള വ്യത്യാസം. അത് ബാപ്പാന്റെ ഒരു പ്രകാശ പ്രസരണമാണ്. പ്രസരണം എന്നുള്ള സംഗതി ഉണ്ട്. കറാമത്തുകളൊക്കെ മുത്തനബിയുടെ മോചനത്തിന്റെ പ്രസരണമാണ് എന്ന് വലിയ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ബഷീർ ബാക്കവിയിലൂടെയും അദ്ദേഹത്തിന്റെ മക്കളിലൂടെ ഒക്കെ കാണുന്ന ബാപ്പാന്റെ പ്രകാശ പ്രസരണമാണ്. ഇതൊക്കെ മക്കളാണ്. ഇതാ മോനാണ് ഇരിക്കുന്നത്. ഇസിയായ മോൻ എന്ന് പറഞ്ഞാൽ ഇറച്ചിക്കാരനല്ലേ? ഇറച്ചിക്ക് വില ഉള്ളത് മാർക്കറ്റിൽ മാത്രല്ലേ? ആരെങ്കിലും തടി കൂടിയ ആളെ മോളെ കെട്ടിക്കാൻ വേണ്ടി പുതിയ ആപ്പിളായിട്ട് തെരഞ്ഞെടുക്കൂ? ഇല്ലല്ലോ. പള്ള വീർത്തോനല്ലേ തെരഞ്ഞെടുക്കുക, കൺപിള്ളനെ എടുക്കുക. അപ്പൊ ഇതാണ് മാനവിയായ മക്കളാണ് ഇരിക്കുന്നത്. അതോടുകൂടി ഹിസ്സിയായ മക്കളുണ്ട്. ഇത് ഫരീദ് ഉസ്താദിന്റെ കുത്തുബുൻ മുതഹരിക. ഫരീദ് ഉസ്താദ് ഒരുപാട് കിതാബ് എഴുതിയിട്ടുണ്ടാവില്ല. ഷാദുൽ ഇമാമിനോട് ചോദിച്ചു നിങ്ങൾ എന്താ കിതാബ് എഴുതാത്തത്? അപ്പൊ മുരീദന്മാരെ ചൂണ്ടിയിട്ട് പറഞ്ഞു എന്റെ കിതാബ് ഉള്ളതിരിക്കുന്നത് ഹഉലായി കുത്തുബുൻ മുതഹരിക, ഇളകുന്ന കുറെ കിതാബുകൾ. കോട്ടയ്ക്ക് പോണ കിതാബ്, കോട്ടയ്ക്ക് പോയ കിതാബുണ്ട്. ഞാൻ ഇവിടുന്ന് കിതാബ് വാങ്ങുന്ന ആളാ. ഷോക്കേസിൽ ഇളകാതിരിക്കണ്ട. ഈ കിതാബുകൾ അങ്ങനെയല്ല. ലോകം മൊത്തം ചലിക്കുന്ന, സംസാരിക്കുന്ന, പ്രസംഗിക്കുന്ന, ദ്വാർക്കുന്ന, ദിക്റുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന, ദർസുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഫരീദ് ഉസ്താദിന്റെ ഏറ്റവും വലിയ ഇന്നത്തെ കറാമത്ത് അവരുടെ ഈ സംരംഭത്തിന്റെ കീഴിൽ 60-ലേറെ ദർസുകൾ കേരളത്തിന്റെ അകത്തും പുറത്തും നടക്കുന്നു എന്നതാ. അതാണ് അള്ളാഹു തെരഞ്ഞെടുത്തു എന്നതിന്റെ പ്രത്യക്ഷമായ പ്രകടമായ ഏറ്റവും വലിയ ലക്ഷണം. അതിനെ കവച്ചു വെക്കാൻ ഇനി ഒരു കറാമത്ത് കേരളത്തിൽ ഒരാൾക്കും പറയാൻ കഴിയില്ല. അതിന് മേലെ എന്താ കറാമത്തുള്ളത്? ഇതിന്റെ കീഴിൽ 60 ചില്ലാനും ദർസാണ് നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ വരുമാനമാണ് അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പരലോകത്തേക്കുള്ള സ്ഥായിയായ വരുമാനമാണ്. കാരണം ഇൽമ കൊണ്ട് ശോലാവുക എന്നതിന്റെ മേലെ ഈ ലോകത്തൊരു സൗഭാഗ്യ സുഹൃതമില്ല. മഹാനായ ദാറഖത്നി റളിയല്ലാഹു തആല അൻഹു കയ്യിൽ കിട്ടുന്ന കിതാബുകൾ മുഴുവനും റഫർ ചെയ്യുന്ന മഹാനാണ്. എന്ത് കിട്ടിയാലും മുത്താലേ. അതുകൊണ്ട് എന്ത് വിഷയം മഹാനവറുകളോട് പറഞ്ഞാലും അതിനെ കുറിച്ച് ചുരുങ്ങിയത് 5 മണിക്കൂർ പ്രസംഗിക്കും. ഒരിക്കലും 3-4 ആളുകൾ കൂടിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാളെ ശരീരത്തിലേക്ക് ചെതല് വന്നു വേണം, ചെതൽപുറ്റ്. അപ്പൊ മഹാനവറുകൾ ചെതലിനെ കുറിച്ച് 6 മണിക്കൂർ പ്രസംഗിച്ചു. എന്ത് പറഞ്ഞാലും നമ്മളെ പ്രസംഗം തന്നെ മൊബൈൽ തുറന്നു വെച്ച് റേഞ്ച് ഉണ്ടെങ്കിലല്ലേ ഇൽമുള്ളൂ. ഇതിങ്ങോട്ട് തുറന്നു വെക്കും, റേഞ്ച് പോയാലോ നീ കരച്ചിറങ്ങ. അത് ഇൽമല്ല. ഇൽമ കൽബിലുണ്ടാകണം. ആര് പറഞ്ഞാലും പറയാൻ കഴിയണം. ഇന്ന് ഇതിന്റെ ഉപയോഗം കൂടി കൊണ്ട് മെമ്മറി പോണ കാലാണ്. ഇതിങ്ങോട്ട് തുറന്നു വെക്കാണ്. ഇൽമി ഫി മൊബൈലി മൊബൈലി ഫി സുന്ദൂഖി സുന്ദൂഖി ഫി ബൈത്തി. അപ്പൊ നതീജ എന്താ? ഇൽമി ഫി ബൈത്തി. അങ്ങനെയല്ലേ പോണത്. എല്ലാരും യൂണിവേഴ്സിറ്റി ഷെയ്ഖും ആലിമുൽ അല്ലാമി ഷെയ്ഖൊക്കെ ഇപ്പൊ തന്നെയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ബുദ്ധിയില്ലാത്ത ഹയവാനും കൂടി അല്ലാത്ത ഒരു സാധനത്തിന് കൊണ്ടെടുക്കുക. എന്നിട്ട് ഇങ്ങനെ കേട്ട് എന്താ ജമീനി ഇതിന്റെ അർത്ഥം? എന്റെ അമ്മായി അല്ല, അത് ആവശ്യത്തിന് ഉപയോഗിക്കാന്നല്ലാതെ ഇത് മാത്രം അവലംബിച്ചിട്ട് അയിമ കൂടി മേലാളന്മാരായി ചമയുന്നതിനപ്പുറം ആ പഴയകാല പൊടി നിറഞ്ഞ കിതാബൊക്കെ ഒന്ന് തട്ടിയിട്ട് അവർ ആ മുസന്നിഫീങ്ങളെ പേരിൽ ഒരു ഫാത്തി എഴുതിയിട്ട് ഒന്ന് എടുത്തു നോക്കൂ സഹോദരന്മാരെ. 100 കണ്ട് കയറി കിട്ടും. അത് തലയിൽ എന്നുണ്ടാവും. തലയിലുള്ളതേ അവസാന സമയത്ത് നാവ് കൂടി വരുള്ളൂ. നാവുമുള്ളതൊക്കെ പോകും. അങ്ങനെയാണ്. വേദന നൽകുമ്പോൾ നാവുമുള്ളതൊക്കെ പോകും. ഉള്ളിന്റെ ഉള്ളിൽ ബോധത്തിന് വരുന്നതേ ഉണ്ടാവുള്ളൂ.
എന്റെ പരിചയത്തിൽ ചെറുപ്പത്തിൽ ഞാൻ മദ്രസയിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരു ചങ്ങായിന്റെ കാലിൽ വിരലിൽ ഒളുക്കി. അപ്പൊ അവനിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഒറ്റ ഓട്ടത്തിൽ കണ്ടപ്പോ നമ്മള് ബൈത്തുൽ മാമൂർന്ന് കൊഴിഞ്ഞു വീണ മൽക്കാന്ന് കരുതി. എന്താ ഈ തസ്ബിഹ കൂടി കേട്ടപ്പോൾ. അപ്പൊ ഇതൊന്ന് പിടിച്ച് ശരിയാക്കാൻ വേണ്ടി ഒരു ഗുരുക്കളെ കൊടുത്തു. ഗുരുക്കൾ ഇങ്ങനെ വന്നിട്ട് ആ മുഴഞ്ഞു നിൽക്കുന്ന കളറ് മാറിയ സ്ഥലത്തേക്ക് നോക്കിട്ട് ഒരൊറ്റ പുറത്ത ഇറച്ചിക്കാണ്ട് വേദന ഉണ്ടെങ്കിൽ ഈ ചങ്ങായി പറയണം നായന്റെ മോനെ വിടടാ. സുബാനില്ല, അസ്തഗ്ഫിറുല്ല, ഒന്നുമില്ല. കാരണം ഇറച്ചിക്കാണ്ട് വേദനയായി. അപ്പൊ ഉള്ളിലുള്ളതാണ് പുറത്ത് കേട്ടിയത്. അവമുള്ളത് പോയി. ഈ തത്തമ്മക്ക് പൂച്ച പൂച്ചാന്ന് പറഞ്ഞു പഠിപ്പിച്ച തത്തമ്മ പൂച്ചാന്ന് പറയും. പക്ഷെ പൂച്ചന്റെ തൊള്ളയിൽപ്പെട്ട പഴയ സ്വഭാവം കാണിക്കുക എന്നതുപോലെ കൽബിന്റെ ഉള്ളിൽ ബോധതലത്തിൽ നിറയുന്ന ഈമാനും തൗഹീദും അല്ലാതെ നാവുമക്കൂടി വരൂല. ഗുരുക്കൾ വരാണ്ട് മലക്ക് അസ്റായീൽ വേദനയാകുന്നത് കഠിന കഠോരമായ വേദനയാണ്. അത് ഇറച്ചിയുടെ ഉള്ളിൽ നിന്ന് ആഴത്തിലേക്ക് പതിയുന്ന വേദനയാണ്. ആ സമയത്ത് ശൈഖുന ഫരീദ് ഉസ്താദ് ചൊല്ലിയതുപോലെ, അലിക്കുട്ടി ഉസ്താദ് ചൊല്ലിയതുപോലെ, കാളമ്പാടി ഉസ്താദ് ചൊല്ലിയതുപോലെ, കുമരമ്പത്തൂർ ഉസ്താദ് ചൊല്ലിയതുപോലെ, കോയക്കുട്ടി ഉസ്താദ് ചൊല്ലിയതുപോലെ, വലിയുള്ളാഹി ശംസുൽ ഉലമ ചൊല്ലിയതുപോലെ, പണക്കാട്ട കുടുംബത്തിലെ തങ്ങന്മാർ ചൊല്ലിയതുപോലെ ഹൃദയം പടയുന്ന കഠിന കഠോര വേദനയ്ക്ക് പാത്രീഭവിക്കുന്ന സമയത്ത് സ്ഫുടമായി പതറാതെ പറയാൻ കഴിയണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് ഭാഗ്യം കിട്ടിയ മഹാന്മാരാണ് ഈ പറയപ്പെട്ട മഹാന്മാർ. അല്ലാത്തവരും ധാരാളമുണ്ട്. അതിൽ തെരഞ്ഞെടുക്കപ്പെട്ട കണ്ടോ വഫാത്തിന്റെ സമയത്ത് കുളിച്ച് വൃത്തിയായി. ദുഹാ സമയമാണ്, ചൊവ്വാഴ്ച ദിവസമാണ്. കുളിച്ച് വൃത്തിയായി. സാധാരണ അവർ കുളിക്കുന്ന സമയത്ത് ഒരാളുടെ സഹായം ഇഷ്ടപ്പെടാത്ത ആളാണ്. ആ സമയത്ത് ഭാര്യനോട് പുറഭാഗമൊക്കെ വരച്ചു തരാൻ വേണ്ടി പറഞ്ഞു. ശരിക്കും വൃത്തിയായിട്ട് കുളിച്ചു, ദുഹാ നിസ്കരിച്ചു. ഒതുവുള്ള മഹാൻ വഫാത്തിന്റെ 2 ദിവസം മുമ്പ് ബഷീർ ബാക്കർ ഉസ്താദിനെ അല്ലെങ്കിൽ വേറെ ഏതോ മക്കളെ വിളിച്ചിട്ട് ദർസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചു. ഓരോ ഫണ്ടും വേർതിരിച്ചു പറഞ്ഞു. ഇത് സിയാറത്തിന്റെ ഫണ്ട്, ഇത് കുട്ടികളുടെ പുസ്തകത്തിന്റെ ഫണ്ട്, ഇത് മൗലൂദിന് കിട്ടിയ ഫണ്ട്, ഇത് എന്റെ സ്വത്തല്ലോ. അത് പറയാൻ കാരണം അനന്തര സ്വത്താന്ന് കരുതിയിട്ട് പിന്നീട് വിഹിരിക്കണ്ടെന്ന് കരുതിയിട്ട് അതൊക്കെ വേർതിരിച്ചു പറഞ്ഞു. നല്ല സമയം പൂർവാഹന സമയത്ത് തൗഹീദിന്റെ രാജവചനം പ്രോജ്വലമായി സ്ഫുടമായി മൊഴിഞ്ഞ് നല്ല മണം പിടിച്ചുകൊണ്ട് പാറിപ്പറന്ന മഹാനല്ലേ. അതിന്റെ ലക്ഷണമല്ലേ കാണുന്നത്. എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ ഒരുമിച്ച് കൂടുമോ? എല്ലാവരുടെ പരിപാടിയിലും സയ്യിദുൽ ഉലമ വരുമോ? സയ്യിദുൽ ഉമ്മ വരുമോ? ഈ തങ്ങന്മാര് നിരന്നിരിക്കുമോ? കാസർഗോഡ് നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് എത്തുമോ? എല്ലാവരും ബഹുമാന സൂചകമായി പറയുമോ? സയ്യിദുൽ ഉലമയുടെ പ്രസംഗത്തിൽ ഇടക്കൊന്ന് പറഞ്ഞു, കൊടിഞ്ഞിയിൽ അവര് ദർസ നടത്തിയത് എന്റെ വാപ്പന്റെ നിർദ്ദേശമാണ്. അത് ചെമ്മാടും വലിയ വലിയ മഹാന്മാരുടെ നിർദ്ദേശപ്രകാരമാണ്. അവര് CM വലിയുടെ ചാരത്ത് ദർസ് നടത്തിയിട്ടുണ്ട്. പൊന്മുണ്ടത്ത് അതാ പല പല പ്രധാനപ്പെട്ട മഹാന്മാർ ദർസ് നടത്തിയ സ്ഥലങ്ങളിലെല്ലാം പിൻഗാമിയായ ദർസ് നടത്താനുള്ള ഭാഗ്യം കിട്ടിയ മഹാനാണ്. അതാണ് നാവിനിത്ര അസർ. എന്നോട് ഇന്ന് സമസ്തയിലെ കേന്ദ്ര മുശാവറ അംഗമായ ബഹുമാനപ്പെട്ട സൈദാലിക്കുട്ടി വേലി പറയുണ്ടായി. അദ്ദേഹത്തിന്റെ മകള് ചെമ്മാട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളങ്ങൾക്ക് ചോദിച്ചോക്കാം. ചെമ്മാട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട സമയം പ്രസവത്തിന്റെ വേദന വരുമ്പോവും പ്രസവിക്കുന്നില്ല. ദിവസം 10 ഫരീദ് ഉസ്താദ് ചെമ്മാട് അർസെടുത്തുന്ന അമ്മയാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് നിസ്കരിക്കാൻ വേണ്ടി അവിടെ കയറി. സ്വാഭാവികമാണ്, മകൾക്ക് ഒരു പ്രയാസം നേരിടുന്ന സമയത്ത് വാപ്പാന്റെ മുഖത്ത് നോക്കിയാൽ കാണും, സ്വാഭാവികമാണ്. ഫരീദ് ഉസ്താദ് ചോദിച്ചു, എന്താ മുഖമൊക്കെ വല്ലാതെ ടെൻഷൻ, എന്താ അത്ര ദുഃഖം, വല്ലാത്തൊരു ഭാരം പോലെ തോന്നുന്നുണ്ടല്ലോ, എന്താന്ന് വെച്ചു. മോള് 10 ദിവസമായി ഉസ്താദെ ഹോസ്പിറ്റലിൽ. എന്തേ പ്രശ്നം? പ്രസവിക്കണില്ല, വേദന വരും പോവും പ്രസവിക്കണില്ല. ഉസ്താദ് കൂളായി പറയാണ്, നിങ്ങള് കുറച്ച് വെളിച്ചെണ്ണ കൊണ്ടുവന്നിരുന്നു. വെളിച്ചെണ്ണ കൊടുക്കുന്ന എന്താണ് അതിൽ ഓതിയത് എന്നറിയില്ല, ഊതിയത് കണ്ട് ഊതി കൊണ്ടേ കൊടുത്തോളി കൊടുത്തതും 10 മിനിറ്റിന്റെ മുമ്പ് സുഖമായിട്ട് പ്രസവിച്ചു. കാരണം എന്താ? അരിയാളെ വീട്ടിയതല്ലത്, ഇത് 46 കൊല്ലത്തെ റിയാള്. മറ്റേത് എളുപ്പമുണ്ട്, തൽസമാത്തിന്റെ പണിക്ക്. അത് കോയമുട്ടയും പാലം കൊണ്ടുപോക്കിട്ട് ബൾബാണ്ട് ഓഫാക്കി ഇങ്ങനെ പല അത്ഭുതങ്ങളും. അതല്ല ആ പരിപാടി ഉള്ളത്, ഇത് ഒറിജിനലാ.
ഇത് മെന്റലിസ് അല്ല, ഇത് മാജിക് അല്ല, ഇത് ഒറിജിനലാ. അത് ദർശനത്തെ മഹാന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന സിദ്ധിയാണ്. അത്ര വലിയ അസറായിരുന്നു അവരുടെ നാവിന്. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് ദഅവത്തിൽ ഉറച്ചിക്കാൻ നമുക്കും തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരുടെ മക്കൾ ഒരു മനുഷ്യനെ ഇൽമിനെ അത്യധികം ബഹുമാനിച്ചു എന്നതിന്റെ ഒരു ലക്ഷണമാണ് ഞാൻ പറഞ്ഞത് തത്ഹീറു വിആഇഹി എന്നത്. രണ്ടാമത്തെ ലക്ഷണോ, താൻ ഉൾക്കൊണ്ട ഇൽമിനെ തന്റെ ആശ്രിതർക്കും തന്നോട് ബന്ധപ്പെട്ടവർക്കും കൈമാറുക എന്നത്. ഇൽമ് ഒരു മനുഷ്യനെ ഏറ്റെടുത്തു, ഇൽമിനെ ഒരു മനുഷ്യനും ഏറ്റെടുത്തു എന്നതിന്റെ തെളിവാണ് എന്നത് നോക്കിയാൽ ഫരീദ് ഉസ്താദ് ഉൾക്കൊണ്ട ഇൽമിനെ നിങ്ങൾക്ക് കൈമാറിയത് കൊണ്ടല്ലേ ഈ വേഷവിധാനത്തിൽ ഇരിക്കാൻ കഴിഞ്ഞത്. നിങ്ങളിൽ പലർക്കും ദർസ് നടത്താൻ കഴിയുന്നത്, വാക്കിന് നേതൃത്വം നൽകാൻ കഴിയുന്നത്, കിതാബ് എഴുതാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ ഒരു കുട്ടി എങ്ങാണ്ടും പഠിക്കാൻ എത്തിയാൽ കിതാബ് ഓതി കൊടുക്കുക എന്നത് മാത്രമല്ല, ആ കുട്ടിയുടെ തുണി ഞെരിയാണ് താഴേക്ക് പോകുന്നുണ്ടോ, മുടിവെട്ടുന്നത് ശരിയാകുന്നുണ്ടോ, പേന കുത്തിയത് ശരിയാകുന്നുണ്ടോ, റവാത്തിബ് നിസ്കാരത്തിൽ തൽപരനാണോ, ഫർദ് നിസ്കാരത്തിൽ പിന്തുന്നുണ്ടോ എന്ന് മുതൽ ആ കുട്ടിയുടെ ജസദും റൂഹും വളരാനും ഉയരാനോ പ്രകാശിക്കാനും ഉയർന്ന് പ്രശോഭിതമാകാനോ എന്തെല്ലാമാണോ വേണ്ടത്, ആ കൃത്യമായ തർബിയത്ത് ആത്മനിഷ്ഠയോടെ കണിശമായി നിർവഹിച്ച് ആ പൊന്നുമോൻ കോളേജിൽ പോകുന്നത് വരെ ശ്രദ്ധിച്ച്, കോളേജിൽ പോകുമ്പോഴും ശ്രദ്ധിച്ച്, ഇനി ബിരുദമെടുത്ത് പുറത്തു വന്നാൽ ആ കുട്ടി പണ്ഡിതനായി ഇറങ്ങിയ ശേഷം നല്ല ദർസാണെങ്കിൽ ദർസ്, കോളേജ് ആണെങ്കിൽ കോളേജ്, മദ്രസയാണെങ്കിൽ മദ്രസ, ദീനി ദഅവത്തിൽ ശുഗ്ല് ചെയ്യാനുള്ള മാർഗം അന്വേഷിച്ചത് ആക്കുന്നത് വരെ ഉസ്താദിന് സമാധാനമില്ല. അങ്ങനെ ദർസ് തുടങ്ങിയാൽ പിന്നെ ആ കുട്ടിയുടെ കല്യാണത്തിന്റെ വിഷയത്തിൽ ഉസ്താദ് ഇടപെടുകയാണ്. കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ മക്കൾ ഉണ്ടാവാത്ത വിഷയത്തിൽ ഉസ്താദിന് ടെൻഷനാണ്. അങ്ങനെ ദുആയും നേർച്ചയും ആ കുട്ടിക്കുള്ള ദിക്റും കാര്യങ്ങളും പറഞ്ഞ് പിറക്കുന്നത് പെണ്ണായാൽ തന്റെ ശിഷ്യന്റെ മോളെ കെട്ടിക്കുന്ന വിഷയത്തിൽ ഉസ്താദ് ഇടപെടുകയാണ്. അൽഹംദുലില്ലാഹ്, ഇതിൽ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് പുണ്യവാളനായ ഹൃദയത്തിന്റെ ഹാരിയായ കൽബിന്റെ ഖിബലയായ റൂഹിന്റെ റാഹത്തായ വിശ്വാസത്തിന്റെ ശ്വാസമായ വിശ്വമാന വിഘാതയുടെ വിമോചന ഗീതമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രകാശ പ്രളയമായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ